പാർവണ, അർജു എന്തോ എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളാൻ കുഴപ്പമില്ല. ചോദിക്കാം. ഷാനിക്ക, രണ്ടുപേരുടെ ഒരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ പാർവണയാണ് ഒരു പടിക്ക് മേലെ നിൽക്കണേ. പാർവണ, യു ആർ റിയലി ഗുഡ്. താങ്ക് യു സാർ. രണ്ടുപേർക്ക് ഇത് കുറച്ചുകൂടെ അടിപൊളിയാക്കാമായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അർജുനെ, എന്തു പറ്റിയടാ പല്ലവിയില്? എങ്കയോ പോയിട്ട് ഒന്ന് കണ്ടോട്ടെ. ഞാൻ അവിടെയൊക്കെ ഫുൾ വഴുതിയാണല്ലോ പോയതാടാ. ശ്രുതിയൊക്കെ ഒരു കൺട്രോൾ ഇല്ലായ്മ ആണ് ഫീൽ ചെയ്തത് മൊത്തത്തിൽ. പിന്നെ ഓള് ഓക്കെ, എനിക്കൊന്നാമത് ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു സാർ. ഗുഡ് സോങ് സെലക്ഷൻ. രണ്ടുപേരും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല 3 പാട്ടുകളാണ് സെലക്ട് ചെയ്ത് കൊണ്ടുവന്നത്. ഞങ്ങള് സെലക്ട് ചെയ്തെടുക്കാൻ കുറെ പാടുപെട്ടു. ഫസ്റ്റ് സെലക്ട് ചെയ്ത വേറെ ഏതൊക്കെയോ പാട്ടാ, പിന്നെ അത് മാറ്റി റൂമേഴ്സും കുറെ പാടുപെട്ടു. ഇത് ഒന്ന് ഒപ്പിച്ചെടുക്കാൻ കുറച്ച് പാടുപെട്ടു. ഓക്കെ, നൈസ്. അത് ഒരുവിധം സീംലെസ് ആയിട്ട് തന്നെ ഒരു പാട്ടിൽ നിന്ന് അടുത്ത പാട്ടിലേക്ക് പോയി ഒപ്പിച്ചു. ആ തമിഴ് വന്നപ്പോ പെട്ടെന്ന് ഇടി വന്നപ്പോഴാണ് എന്നുള്ള ഒരു സംഭവം. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ. മോള് ഹിന്ദി സോങ് നന്നായിട്ട് പാടി കേട്ടോ, കുഴപ്പമില്ല. എനിക്ക് ആ ഡാൻസ് കറക്കി, അതായത് അർജുനാണെങ്കിൽ ഇതൊക്കെ ഇപ്പൊ വേണോ, പാർവണയാണെങ്കിൽ ഫുൾ ഇൻവോൾവ്മെന്റിലേക്ക് ഇങ്ങനെ പോകുന്നു. അർജുൻ പോ ഇറ്റ് വാസ് നൈസ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ, അർജുൻ, പാർവണ എന്തോ നന്നായിട്ട് പാടി രണ്ടുപേരും. താങ്ക് യു സാർ. പക്ഷെ കുറെ കുഴപ്പങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതെ, നിങ്ങൾക്ക് ഫസ്റ്റ് 2 സോങ്സും എനിക്ക് ഓക്കെ വർക്കായി. തേർഡ് സോങ് വന്നപ്പം ടെമ്പോ ഒക്കെ കുറഞ്ഞു. അതെന്തുകൊണ്ട് അങ്ങനെ ഒരു സെലക്ഷനിലേക്ക് പോയത്? പിച്ചൊന്ന് തരാമോ? ഓക്കെ, സെക്കൻഡ് സോങ് വന്നിട്ട് അല്ലേ? അത് കഴിഞ്ഞ് പെട്ടെന്ന് വിഴിയിലൊരു അപ്പോൾ ഒരു ഡ്രോപ്പ് അല്ലേ അവിടെ വരുന്നത് അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ടെമ്പോയിൽ അങ്ങ് പാടിപ്പോയാൽ മതിയായിരുന്നു. ഇത്രയും ടെമ്പോ കുറയ്ക്കണ്ടായിരുന്നു. വിഴിയിലൊരു തെന്നാന തരടാരേ താരാരിടാരേ താരേ. നല്ല രസമായിരുന്നു അതിനെ. കാരണം ഇത് ഇത്രയും ഇങ്ങനെ ടെമ്പോയിൽ പോയിട്ട് പെട്ടെന്ന് വിഴിയിലൊരു തെന്നാന ഒന്ന് ഡ്രോപ്പായി. അപ്പം നിങ്ങൾക്കിത് നിങ്ങളുടെ രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നൊരു റൗണ്ടായിരുന്നു. സെലക്ഷൻ വാസ് ഗുഡ്. പക്ഷേ എനിക്ക് ഈ ഒരു കാര്യത്തിൽ മാത്രം ഒരു റൈറ്റ് കുറച്ചുകൂടി വയസ്സാവായിരുന്നു. ബുദ്ധി. അതെ, പിള്ളേരെ നോക്കിട്ടെ, എനിക്ക് പിള്ളേരെക്കാളും പേടി ഇപ്പൊ അവിടെ. അപ്പൊ അത് മാത്രമേ എനിക്ക് മക്കളെ തോന്നിയുള്ളൂ. പിന്നെ ഒന്ന് കണ്ടോട്ടെ ഞാനൊന്ന് പാടാവോ മോനെ? ഒന്ന് കണ്ടോട്ടെ ഞാൻ മെയിൽ തൊട്ടോട്ടെ ഞാൻ. ഇതിപ്പോ നീ ചോദിക്കുന്നത് ഒരു ഡിമാൻഡിങ്. ഒന്ന് കണ്ടോട്ടെ ഞാൻ, ഒന്ന് തൊട്ടോട്ടെ ഞാൻ. എന്താ ഞാൻ തൊട്ടാല് കണ്ടാല് തൊട്ടു അവൻ എന്നിട്ട്. സോ അതൊരു കുറച്ച് എക്സ്പ്രസീവ് ആവായിരുന്നു. സെക്കൻഡ് ഹിന്ദി വാസ് ഗുഡ്. എനിക്ക് ആകെ ഒരു തേരി ബാഹോമേ അവിടെ മാത്രം പിച്ചിങ് ശ്രുതിയുടെ ഒരു ഇഷ്യൂ ഉള്ളൂ. പിന്നെ കുറച്ചുകൂടി ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ വരായിരുന്നെന്ന് തോന്നി. ഇപ്പം മോനാണ് കൂടുതൽ പാടിയത്. മോള് കുറച്ച് പാടി പേരെടുത്തു. ഇത് പറ്റി അതാണ് പറ്റിപ്പോയത്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. നിങ്ങൾ രണ്ടുപേരും പെയർ ചെയ്യുമ്പോഴത്തേക്ക് രണ്ടുപേർക്ക് ഈക്വൽ ആയിട്ടാണോ ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത്, റൈറ്റ് സോങ്സ് ആണോ, ടെമ്പോ എങ്ങനെയുണ്ട്, പാടുന്ന പാട്ടിൻ്റെ വരികളുടെ അർത്ഥം, ഡിക്ഷൻ കറക്റ്റാണ്. ഇതൊക്കെ അറിഞ്ഞിട്ട് ഇനി സൂപ്പർ സ്റ്റാറിൽ വേദിയിൽ ഏത് പെർഫോമൻസും നടക്കാവുള്ളൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഹരിച്ചേട്ടാ. ശരത് സാർ, മക്കളുമാരെ, എന്തൊക്കെയാലും ഈ ഒരു റൗണ്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. നല്ല രസമുണ്ടായിരുന്നു നിങ്ങളെ രണ്ടുപേരെയും കാണാനും. മോൻ നല്ല എന്താ പറയണ്ട ഒരു ചുരുചുരുക്കുള്ള ചെക്കനാണ്. ഇന്ന് കുറേ ലൈൻ കൂടുതൽ പാടി നമ്മൾ സ്വയം പാരയായതാണ്. കുഴപ്പമില്ല കേട്ടോ മക്കളെ. ആ തൊട്ടതിന് ശേഷമാണ് എനിക്കത് അതൊക്കെ ഇടിക്കായിരുന്നില്ലേ. എന്തൊക്കെയാലും കൂടെ നിൽക്കുന്നെങ്കിലും മക്കളുടെ എതിരാളിയാണ് അത് മനസ്സിലാക്കിക്കോ. അങ്ങനെ ഇടിക്കരുത് കേട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. മോളെ പാർവണേ, ഫാനേ, നീ ആ തുടക്കത്തിൽ ധീരന ഒന്ന് പാടാമോ? അത് ഒരു സുഖമില്ലാതെ ഒരു പണപട കുറവായിരുന്നു അതിന് ധീരനായിക്ക്. അത് മക്കൾ കറക്റ്റ് ആയിക്കോണം കേട്ടോ. ആ കാര്യം തുടക്കമല്ലേ. പക്ഷേ രണ്ടുപേരും കൂടെ കൊള്ളായിരുന്നു മക്കളെ. അത് ഉള്ളത് പറയാൻ. എനിക്കൊരു പണവട മുകളിൽ ഇങ്ങനെ നിൽക്കുന്നത് ആ ഫാനാണ്. AC കുറച്ച് താന്നു പോയിരുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മക്കളെ. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ.
മാർക്ക് ചോദിക്കാം. ശരത് സർ, യാ മാർക്ക് വേണോ? ശരി, ആ ജീവന്റെ പറയട്ടെ. 7 മാർക്ക്. താങ്ക് യു സാർ. മക്കളെ ഫാനെ ഓ 7.5 മാർക്ക്. താങ്ക് യു സാർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക, ഹരിച്ചേട്ടാ. മക്കളെ കുറച്ചുകൂടെ സീരിയസ് ആവാം കേട്ടോ.